തിരുവനന്തപുരം കല്ലൂർ പഞ്ചായത്ത് സർവോദയം വാർഡിൽ വോട്ട് ഇതുവരെ തുടങ്ങിയിട്ടില്ല. മെഷീൻ കംപ്ലൈന്റ് ആണെന്ന് ശ്രീദേവി ശരത്ത് പറയുന്നുണ്ട്. അങ്ങനെ ചില സ്ഥലങ്ങളിലൊക്കെ വോട്ടിംഗ് മെഷീൻ കംപ്ലൈന്റുകളൊക്കെ ഉണ്ട്, പരിഹരിക്കപ്പെട്ടെ. പ്രതീക്ഷ അവിടെ നിൽക്കുന്നുണ്ട് പേട്ടയിൽ. പ്രതീക്ഷ നമ്മൾ ഇടയ്ക്കൊന്ന് പോയി UDF കൺവീനർ സംസാരിച്ചപ്പോൾ പോയതാണ്. ഇപ്പോൾ പ്രതീക്ഷ നിൽക്കുന്നിടത്തു നിന്നുള്ള വിവരങ്ങൾ അതുപോലെ വലിയൊരു തിരക്ക് അവിടെ അനുഭവപ്പെടുന്നുണ്ടോ? ഇപ്പോൾ ചിലയിടങ്ങളിലൊക്കെ തന്നെ ഒരു 8 മണിയാകാറാകുന്നു, ചിലയിടങ്ങളിൽ നല്ല തിരക്കുണ്ട്. പക്ഷേ മറ്റു ചില ബൂത്തുകളിൽ ഇപ്പോഴും ഉണർന്നു വരുന്നേ ഉള്ളൂ. അവിടുത്തെ ഒരവസ്ഥ എന്താണ്? വാഴത്തോപ്പ് പഞ്ചായത്തിൽ നമ്മുടെ രാഹുൽ വിജയൻ വോട്ട് ചെയ്യുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട റിപ്പോർട്ടർ രാഹുൽ വിജയൻ ഇതാ അവിടെ വാഴത്തോപ്പ് പഞ്ചായത്തിൽ വോട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. അവിടെ വോട്ടർ പട്ടിക പേരൊക്കെ ഉണ്ടാവുമോ എന്തോ നോക്കുന്നുണ്ട്. അവിടെ ഉണ്ട് രാഹുലൊക്കെ ഇവിടുത്തെ പ്രധാനപ്പെട്ട വോട്ടറാണ്, VIP വോട്ടറാണ്, ചെറിയ കളിയല്ല. ഇതാ അവിടെ നമ്മുടെ ആർമിയിൽപ്പെട്ട ഒരു സേനാംഗം, നമ്മുടെ സേനാംഗം അവിടെ വോട്ട് രേഖപ്പെടുത്തുന്നത് ചോദിക്കുന്നുണ്ട്. നമുക്ക് വോട്ടില്ലേ, എവിടെയാണ് വോട്ട് രേഖപ്പെടുത്തുന്നത്? ഇതുപോലെയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇടുക്കിയുടെ രോമാഞ്ചം രാഹുൽ വിജയൻ അവിടെ വോട്ട് രേഖപ്പെടുത്തുകയാണ്. നമ്മൾ 24 ടീഷർട്ട് ഒക്കെ ഇട്ട് അവിടെ അങ്ങോട്ട് പോയപ്പോൾ തിരിച്ചു പിടിച്ചെന്തോ ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവിടെ വിരലിൽ വോട്ടിങ്ങിന്റെ അഭിമാനമായ ആ നീലമഷി പുരട്ടി മന്ദം രാഹുൽ വിജയൻ നമ്മുടെ കൗണ്ടറിനടുത്തേക്ക് നടന്നു നീങ്ങുകയാണ്. ആർക്കാണ് വോട്ട് ചെയ്തതെന്ന് ഇത് കഴിഞ്ഞ് രാഹുൽ വിജയൻ രഹസ്യമായിട്ട് വിളിച്ചു ചോദിക്കണം. എന്തായാലും അവിടെ രാഹുൽ വിജയൻ നിൽക്കുന്ന പോളിംഗ് ബൂത്തിൽ തന്നെ അല്ലെന്ന് തോന്നുന്നു രാഹുൽ വോട്ട്, അതോ വോട്ട് ചെയ്യാനുള്ള പരുവത്തിന് അവിടെ പോയി ലൈവ് നിന്ന് ചോദിക്കാം, രാഹുലിനോടൊന്ന് ചോദിക്കുക. അത് കഴിഞ്ഞിട്ട് എന്തായാലും മുഖത്തൊരു വലിയ ഗൗരവത്തിൽ രാഹുൽ വിജയൻ അവിടെ വോട്ട് രേഖപ്പെടുത്താണ്. രാഹുൽ വിജയൻ വോട്ട് രേഖപ്പെടുത്തുന്നതിന്റെ തത്സമയ സംപ്രേഷണം പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. പല സ്ഥലങ്ങളിലും ഉറപ്പുറപ്പോ അത് അഭിനയ കുലം ഒരു നോട്ടം നോക്കിയിട്ടുണ്ട്. അപ്പോൾ വലിയ ഗൗരവത്തിൽ വോട്ട് രേഖപ്പെടുത്തി ശ്രീമാൻ രാഹുൽ വിജയൻ മടങ്ങി. MG പ്രതീഷ് പേട്ടയിൽ തുടരുന്നു. പ്രതീഷ് പറയൂ. പ്രതീഷ്, സ്മിത, തിരുവനന്തപുരം പേട്ട സ്കൂളിലാണ് ഞാനിപ്പോൾ ഉള്ളത്. രാവിലെ മുതൽ തന്നെ ഈ വോട്ടർമാരുടെ ഒരു തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. നമുക്ക് ഈ ക്യൂ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. 3 ബൂത്തുകളാണ് ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത്. 3 ബൂത്തുകൾക്ക് മുന്നിലും ഈ വോട്ടർമാരുടെ നീണ്ട നിരയുണ്ട്. രാവിലെ തന്നെ എത്തി സമ്മതിദാന അവകാശം വിനിയോഗിച്ച് മടങ്ങാനുള്ള ഒരു ശ്രമത്തിലാണ് വോട്ടർമാരുള്ളത്. ഇവിടെ ഒന്നും തന്നെ മറ്റ് സാങ്കേതിക പ്രശ്നങ്ങളൊന്നും തന്നെ വലുതായി ഉണ്ടായിട്ടില്ല. പക്ഷേ തിരുവനന്തപുരം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഈ വോട്ടിംഗ് മെഷീൻ പണിമുടക്കുന്ന സാഹചര്യം ആദ്യ മണിക്കൂറിൽ ഉണ്ടായിട്ടുണ്ട്. അരുവിക്കര ഗ്രാമപഞ്ചായത്തിലെ വെമ്പന്നൂർ വാർഡിൽ വോട്ടിംഗ് മെഷീൻ തകരാറിലായിരുന്നു. അരമണിക്കൂറിന് ശേഷമാണ് ആ തകരാറ് പരിഹരിച്ചിട്ടുള്ളത്. ഒപ്പം ആറ്റിങ്ങൽ നഗരസഭയിലെ പരവൂർക്കോണം സ്കൂളിൽ വോട്ടിംഗ് യന്ത്രം പണിമുടക്കിയിരുന്നു. ഈ മോക്ക് പോൾ കഴിഞ്ഞ ശേഷമാണ് ഈ വോട്ട് ഇടുമ്പോൾ യന്ത്രം തകരാറിലായിട്ടുള്ളത്. ഇപ്പോൾ വോട്ട് ചെയ്യാൻ എത്തിയവർ അവിടെ ക്യൂവിൽ നിൽക്കുന്നു എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഒപ്പം നെയ്യാറ്റിൻകര കാരോട് ഗ്രാമപഞ്ചായത്തിലെ ചെങ്കവിള വാർഡിലും വോട്ടിംഗ് യന്ത്രം പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ട്. ആര്യനാട് കീഴ്പാലൂർ വാർഡിലെ 1-ാം ബൂത്തിലും മെഷീൻ തകരാറിലായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ തന്നെ വളരെ പെട്ടെന്ന് പരിഹരിക്കും എന്നതാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്ന കാര്യം. അങ്ങനെ സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ പൂർത്തിയാക്കി അല്പസമയത്തിനകം അവിടെയും വോട്ടിംഗ് പുനരാരംഭിക്കുമെന്നതാണ് നമ്മളും പ്രതീക്ഷിക്കപ്പെടുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ വിവിധ ഇടങ്ങളിൽ രാവിലെ മുതൽ നല്ല പോളിംഗ് ആണ് അനുഭവപ്പെടുന്നത്. പരമാവധി വോട്ടർമാരെ ഈ പോളിംഗ് ബൂത്തിൽ എത്തിക്കാനുള്ള ഒരു ശ്രമം സ്ഥാനാർത്ഥികളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. തദ്ദേശ തിരഞ്ഞെടുപ്പാണ്. ഓരോ വോട്ടും അത്രത്തോളം നിർണായകമാണ്. രാജീവ് ചന്ദ്രശേഖരൻ, നമ്മൾ നേരത്തെ പറഞ്ഞത് 10 മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി, കറക്റ്റ് 10 മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി രാജീവ് ചന്ദ്രശേഖരന് 10 വോട്ട് ചെയ്ത് ഇപ്പോഴാണ് രാജീവ് ചന്ദ്രശേഖരൻ നേരത്തെ ഒന്ന് വോട്ട് ചെയ്ത് മടങ്ങിയത്. ചില സ്ഥലങ്ങളിൽ വോട്ടിംഗ് യന്ത്രങ്ങൾ തകരാറിലാവുന്നുണ്ട്. കോട്ടയത്ത് വെള്ളൂർ പഞ്ചായത്തിലെ വോട്ടിംഗ് യന്ത്രം തകരാറിലുണ്ട്. 4-12 വാർഡുകളിലെ യന്ത്രമാണ് അവിടെ തകരാറിലായത്. അവിടെ ഇതുവരെ വോട്ടിംഗ് തുടങ്ങിയിട്ടില്ല. 4-ാം വാർഡിലെ പ്രശ്നം പരിഹരിച്ചു. 17-ാം വാർഡിലെ യന്ത്രത്തിൽ തകരാറുണ്ടായിട്ടുണ്ട്. അതിനിടയിൽ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, 7 ജില്ലകൾക്ക് ഇന്ന് പ്രചരണത്തിന് കുട്ടിക്കലാശം കൂടി ഉണ്ട് കേട്ടോ. തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലെ പ്രചരണം അന്തിമഘട്ടത്തിലാണ്. അവസാന വോട്ട് ഉറപ്പിക്കാനുള്ള ശക്തി പ്രകടനത്തിനാണ് മുന്നണികൾ. വൈകിട്ട് അവിടെ കുട്ടിക്കലാശമുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ ആദ്യം കണ്ട കുട്ടിക്കലാശത്തെക്കാൾ ആവേശം, അങ്ങോട്ടൊക്കെ വലിയ കുട്ടിക്കലാശത്തിന് ആവേശമൊക്കെ സാധാരണഗതിയിൽ പ്രകടമാവാറുണ്ട്. എന്താകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും കുട്ടിക്കലാശത്തിൽ കണ്ട ആവേശം പോളിംഗ് ബൂത്തുകളിൽ പ്രകടമാണ്. ഒപ്പം ഈ ഇടയ്ക്ക് നമ്മുടെ പ്രേക്ഷകർ ആരോ പറയുന്നുണ്ടായി വോട്ടേഴ്സിന്റെ ശ്രദ്ധയ്ക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അത് ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് പറഞ്ഞാൽ കൊള്ളാമെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും പ്രധാനം തിരിച്ചറിയൽ കാർഡാണ്, അത് മറക്കരുത്. രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെ നിങ്ങൾക്ക് വോട്ട് ചെയ്യാം. ഇപ്പോൾ സമയം 8 മണിയാകുന്നു. അപ്പോൾ ഇനി ബാക്കിയുള്ള സമയം 8 മുതൽ 6 വരെ വോട്ട് ചെയ്യാം. അതെ, അതോടൊപ്പം തന്നെ നോട്ട, VVPAT എന്നിവയില്ല, അത് വീണ്ടും പറയുകയാണ്. കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി എന്നിവിടങ്ങളിൽ 1 വോട്ടാണ്. ത്രിതല പഞ്ചായത്തിൽ 3 വോട്ട് ചെയ്യണം. ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകളിലേക്ക് ഓരോ വോട്ടും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.